ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക സങ്കീർത്തനങ്ങൾ 57 മുതൽ 59 വരെയുള്ള അധ്യായങ്ങളാണ്. അധ്യായം 57 ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ. ഗായക സംഘ നേതാവിന് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിന്റെ ഗീതം. സാവൂളിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ഗുഹയിൽ വെച്ച് പാടിയത്. എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ. അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ്. അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും. ദൈവമേ, അങ്ങ് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. അവർ എൻ്റെ കാലടികൾക്ക് വല വിരിച്ചു. എൻ്റെ മനസ്സിടിഞ്ഞ് പോയി. അവർ എൻ്റെ വഴിയിൽ കുഴി കുഴിച്ചു. അവർ തന്നെ അതിൽ പതിച്ചു. എൻ്റെ ഹൃദയം അചഞ്ചലമാണ്. ദൈവമേ, എൻ്റെ ഹൃദയം അചഞ്ചലമാണ്. ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും. എൻ്റെ ഹൃദയമേ ഉണരുക. വീണയും കിന്നരവും ഉണരട്ടെ. ഞാൻ പ്രഭാതത്തെ ഉണർത്തും. കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ്. ദൈവമേ, അങ്ങ് ആകാശത്തിനു മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. അധ്യായം 58 ദുഷ്ടന്മാരോട് പ്രതികാരം. ഗായക സംഘ നേതാവിന് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിന്റെ ഗീതം. ശക്തരെ, നിങ്ങളുടെ വിധി നീതിനിഷ്ഠമാണോ? പരമാർത്ഥതയോടെയാണോ നിങ്ങൾ മനുഷ്യ മക്കളെ വിധിക്കുന്നത്? നിങ്ങൾ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. ഉരുവായപ്പോൾ മുതൽ ദുഷ്ടർ വഴിപിഴച്ചിരിക്കുന്നു. ജനനം മുതലേ നുണ പറഞ്ഞ് അവർ അബദ്ധത്തിൽ സഞ്ചരിക്കുന്നു. അവർക്ക് സർപ്പത്തിൻ്റേതുപോലെയുള്ള വിഷമുണ്ട്. ചെവിയടഞ്ഞ അണലിയെ പോലെ ബധിരരാണ് അവർ. പാമ്പാട്ടിയുടെയോ മാന്ത്രികന്റെയോ സ്വരം അത് കേൾക്കുന്നില്ല. ദൈവമേ, അവരുടെ പല്ലു തകർക്കണമേ. കർത്താവെ, യുവസിംഹങ്ങളുടെ ദംഷ്ട്രകൾ പിഴുതെറിയണമേ. ഒഴുകി മറയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷരാകട്ടെ. പുല്ലുപോലെ അവർ ചവിട്ടി മെതിക്കപ്പെടുകയും മാഞ്ഞു പോവുകയും ചെയ്യട്ടെ. ഇഴഞ്ഞു പോകുമ്പോൾ അലിഞ്ഞു തീരുന്ന ഒച്ചുപോലെ ആകട്ടെ അവർ. അവർ സൂര്യപ്രകാശം കാണാൻ ഇടവരാത്ത ചാവിള്ള പോലെ ആകട്ടെ. നിങ്ങളുടെ കലത്തിന് ചൂടേൽക്കുന്നതിന് മുൻപ് തന്നെ ചുള്ളിവിറകുകൾ പച്ചയും എരിയുന്നതും ഒന്നുപോലെ അവിടുന്ന് പറത്തിക്കളയും. പ്രതികാരം കണ്ട് നീതിമാൻ സന്തോഷിക്കും. ദുഷ്ടരുടെ രക്തത്തിൽ അവൻ കാലു കഴുകും. നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്. തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മനുഷ്യർ പറയും. അധ്യായം 59 ദൈവം എൻ്റെ ശക്തി ദുർഗം. ഗായക സംഘ നേതാവിന് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിന്റെ ഗീതം. അവനെ വധിക്കാൻ സാവൂൾ ചാരന്മാരെ അയച്ചപ്പോൾ പാടിയത്. എൻ്റെ ദൈവമേ, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അതാ, അവർ എൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നു. ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു. കർത്താവെ, ഇത് എൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല. എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയടുക്കുന്നത്.
ഉണർന്നെഴുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ. അങ്ങ് തന്നെ കാണണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണ്. ജനതകളെ ശിക്ഷിക്കാൻ അങ്ങ് ഉണരണമേ. വഞ്ചനയോടെ തിന്മ നിരൂപിക്കുന്നവരിൽ ഒരുവനെയും വെറുതെ വിടരുതേ. സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു. നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് നഗരത്തിലെങ്ങും ഇര തേടി നടക്കുന്നു. അവരുടെ വായ് അസഭ്യം ചൊരിയുന്നു. അവരുടെ അധരങ്ങൾ വാളാണ്. ആരുണ്ട് കേൾക്കാൻ എന്ന് അവർ വിചാരിക്കുന്നു. കർത്താവെ, അങ്ങ് അവരെ പരിഹസിക്കുന്നു. അവിടുന്ന് സകല ജനതകളെയും പുച്ഛിക്കുന്നു. എൻ്റെ ബലമായവനെ, ഞാൻ അങ്ങേക്ക് സ്തുതി പാടും. ദൈവമേ, അങ്ങ് എനിക്ക് കോട്ടയാണ്. എൻ്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും. എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും. അവരെ കൊന്നുകളയരുതേ, അല്ലെങ്കിൽ ജനം അവിടുത്തെ വിസ്മരിക്കും. ഞങ്ങളുടെ പരിചയായ കർത്താവെ, അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ക്ഷയിപ്പിക്കണമേ. അവരുടെ വായിലെ പാപം നിമിത്തം, അധരങ്ങളിലെ വാക്കുകൾ മൂലം അഹങ്കാരികളായ അവർ കെണിയിൽ കുടുങ്ങട്ടെ. അവർ ചൊരിയുന്ന ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരെ സംഹരിക്കണമേ. അവരെ ഉന്മൂലനം ചെയ്യണമേ. അങ്ങനെ ദൈവം യാക്കോബിന്റെ മേൽ വാഴുന്നുവെന്ന് ഭൂമിയുടെ അതിരുകളോളം മനുഷ്യർ അറിയട്ടെ. സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു. നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലെങ്ങും ഇര തേടി നടക്കുന്നു. അവർ ആഹാരത്തിനു വേണ്ടി ചുറ്റിത്തിരിയുന്നു. തൃപ്തിയാകുവോളം കിട്ടിയില്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു. ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എൻ്റെ കോട്ടയും അഭയവുമായിരുന്നു. എൻ്റെ ബലമായവനെ, ഞാൻ അങ്ങേക്ക് സ്തുതികൾ ആലപിക്കും. ദൈവമേ, അങ്ങാണ് എൻ്റെ ദുർഗം, എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം.